എല്ലാം പൊളിഞ്ഞത് പറഞ്ഞാ മതിയടാ ശിവ. മാധവന്റെ തന്തയും തള്ളയും വന്നു. വലിയ വീട്ടിലെ പെണ്ണെ കയറി പ്രേമിച്ച ഈ ദരിദ്രവാസി സ്വന്തം കഞ്ഞി പാറ്റ കിട്ടും. ഇനി ഒരു ജോലിക്ക് എവിടെ പോവും? ഈ ഒരലില്ലേ ഒരല് മതത്തിനോട് എന്ന് പറയുന്നത് പോലെ അതെ, അതിനേക്കാൾ കഷ്ടമല്ലേ എന്റെ കാര്യം. ഞാൻ വഴിയാധാരമായില്ലേ. ആ ദാമു ശക്തിമത്തായ ഒരു പാല കൊണ്ടുവന്ന് എന്നെ കുത്തി വെളിയിലാക്കിയില്ലേ. അപ്പൊ ഇനി എന്താ നിന്റെ പരിപാടി? ഒരു കാമുകന്റെ എല്ലാ ശക്തിയോടും കൂടി ഞാൻ തിരിച്ചടിക്കും. ശോഭയെ ഞാൻ മനസ്സുകൊണ്ട് വഞ്ചിച്ചിട്ടില്ല. സത്യം പറഞ്ഞപ്പോഴൊക്കെ അവൾ വിശ്വസിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എടാ, സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും മരിച്ചെറിഞ്ഞ മനുഷ്യർ ജീവിച്ച ഈ ലോകത്ത് നമ്മൾ എന്തിനാടാ ശപ്പന്മാരായിട്ടിരിക്കുന്നത്? വാ. ഇവിടെ ആരുമില്ലേ? എന്ത് പറ്റി നോക്കിയില്ലേ? ഇവിടെ ആരും എന്ത് പറ്റി? ഒന്നും കൂടെ കയറി വാളോ വക്കീലേ, വക്കീലേ, വാക്കീലേ. എവിടെയാണപ്പാ ഈ കുറുപ്പ് എന്റർപ്രൈസസ്? ഇവിടെ ആരും ഇല്ലേ? ഉണ്ട്. ആരാ? ഞാനാ. ഏത് ഞാൻ? ഞാനാ. ഞാനോ? ഞാനാ. ഈ കുറുപ്പ് എന്റർപ്രൈസസ് ഉണ്ടല്ലോ. എന്റർപ്രൈസിംഗ് കുറിപ്പോ? ഞാനൊരു കുറിപ്പാ. പക്ഷെ എന്റർപ്രൈസിംഗ് കുറിപ്പല്ല, ഓമക്കുറിപ്പാ. കേട്ടിട്ടുണ്ടോ ഇല്ലേ? ഓ, നമ്മളാരാ? അല്ല, ഞാന് ആ. കുറുപ്പ് എന്റർപ്രൈസസിലെ ചെമ്മീൻ എക്സ്പോർട്ട് ഉണ്ടല്ലോ. ഇവിടെ ഞാനൊന്നും എക്സ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ഈ മാനേജിംഗ് ഡയറക്ടർ ദാമോദരൻ നായര്. ഇവിടെ അങ്ങനെ വല്ലതും മാനേജ് ചെയ്യാനുണ്ടെങ്കിലല്ലേ ഡയറക്ടർ ആവശ്യമുള്ളൂ. എന്റെ കേസെല്ലാം നോക്കുന്നത് ദാമുവാ. അവിടെ തന്നെ മാനേജ് ചെയ്യാൻ പെടുന്ന പാട് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അവനോ മറ്റാ ചിലപ്പോ ആയിരിക്കും. അല്ല, ദാമുവിന്റെ കയ്യിൽ ധാരാളം ബ്ലാക്ക് മണി ഉണ്ടെന്ന് പറയണ നേരാണോ? അയ്യോ അയ്യോ, ദാമുവിന്റെ കയ്യിലോ? ആ, നിങ്ങൾക്ക് തീർച്ചയായും ആളെ തെറ്റി. മാസത്തിൽ 400-500 രൂപ കൊടുക്കുന്നേ ബ്ലാക്ക് മണിയാ. നിങ്ങൾ പറയുന്ന ദാമുവിനെ കാണാൻ എന്താ വഴി? അവൻ ഇവിടെ ഉണ്ടായിരുന്നു. അവനെ തന്നെ ഞാനും നോക്കുന്നത്. എവിടെ? ദാമു, എപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഓടുന്നത്? എടോ വക്കീലേ, തന്റെ കയ്യില് ബ്ലാക്ക് മണി ഉണ്ടോ? പോക്കറ്റ് മണിയായിരിക്കും. അല്ലല്ല, ബ്ലാക്ക് മണി തന്നെ. ഇവിടെ നോക്ക്. തന്റെ ആരാത്? എന്റെ അങ്കിൾ. അങ്കിള് അവലക്ഷണം കേട്ട ലുക്ക്. എന്തൊക്കെ മണി കൊടുത്ത് വിട്ടേക്ക് വിട്ടേക്ക് ഇവിടെ നിർത്തണം. ഞാനൊരു പാവയൊന്നുമല്ല ചരട് വലിക്കുന്നതനുസരിച്ച് ചാടാനും. നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ ഞങ്ങൾക്ക് കുറച്ച് ഛേദമുണ്ടടി. ഒരു ദാരിദ്ര്യവാസിയുടെ കൂടെ പുറത്ത് പട്ടിണി കിടക്കാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല. മോളെ, അറ്റൻബറോ പ്രഭുവിന്റെ വെടിയുണ്ടകളെ പോലും ഞാൻ ഭയന്നിട്ടില്ല. പക്ഷെ നീ കേവലം ഒരു ഡ്രൈവറെ കെട്ടിയാൽ പിന്നെ ഈ സർദാർ കൃഷ്ണക്കുറുപ്പ് ഒരു നിമിഷം പോലും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അച്ഛൻ പറയുന്ന അമേരിക്കക്കാരനെ കെട്ടിയാൽ അതേ സ്ഥിതി തന്നെയാവും എന്റേതും. നീ കൂടുതൽ വിസ്തരിക്കണ്ട. ഞങ്ങളുടെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ നിശ്ചയിച്ച ആള് തന്നെ നിന്നെ കെട്ടും. എന്നാ അമ്മ തന്നെ അയാളെ കെട്ടേണ്ടി വരും. എന്താണ് വേണ്ട തങ്കം, കൈപ്രയോഗം വേണ്ട. ചൊല്ലിക്കൊടു, നുള്ളിക്കൊടു, തള്ളിക്കള. അത്രയുള്ളൂ ഞങ്ങളുടെ കാര്യം. വാൾപ്പയറ്റിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ 20,000 രൂപയോളം നഷ്ടം വരും. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി കോമക്കുറുപ്പും മാന്യനായ മെമ്പർ കൃഷ്ണക്കുറുപ്പും ഈ തുക തുല്യമായി വീതിച്ച് ക്ലബിൽ അടയ്ക്കേണ്ടതാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ആ അഭിപ്രായം ഞാൻ പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അടയ്ക്കാനാവാത്ത കോപം കൊണ്ടാണ് ഞാൻ സെക്രട്ടറിയെ തല്ലിയത്. അതിൽ നിന്നുണ്ടായ നഷ്ടം ക്ലബിന് എഴുതി തള്ളാവുന്നേ ഉള്ളൂ. ഓരോരുത്തരും സംസാരിക്കുക. വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ക്ലബിന്റെ പൊതുമുതൽ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല. നഷ്ടപരിഹാരം ഒറ്റയ്ക്ക് സഹിച്ചാൽ എന്നെ കൊണ്ടാവില്ല. കാരണം ഇവിടെ ലഹരി ഉണ്ടാക്കി ഞാനല്ല. പിന്നെ ആര്? താനാ. പള്ളിയിൽ പോയി പറഞ്ഞാൽ തന്നെ അപ്പൂപ്പ ഇരിക്കുന്നുണ്ടോ?
എപ്പോഴും വഴക്കുണ്ടാക്കുന്ന 2 മെമ്പർമാരെ ഉൾക്കൊണ്ട് ഈ ക്ലബിന് മുമ്പോട്ട് പോകാൻ ഒക്കില്ല. കുഴപ്പമുണ്ടാക്കുന്ന മെമ്പറെ പുറത്താക്കണമെന്നാണ് എന്റെ ബലമായ അഭിപ്രായം. എന്റെ ബലമായ അഭിപ്രായം അത് തന്നെ. തന്നെ പുറത്താക്കാനുള്ള അധികാരം എനിക്കുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് താൻ സ്വയം പുറത്തു പോടും. ഞാനെങ്ങോട്ട് പോയി? ഇന്ത്യൻ പീനൽ കോഡിൽ കൈവയ്ക്കാൻ എന്നെ നിർബന്ധിതനാക്കരുത്. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. എന്തുകൊണ്ട് നിങ്ങളുടെ എനിമിറ്റി അവസാനിപ്പിച്ചുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റ് മെമ്പർമാർ പലതവണ ഇതിന് ശ്രമിച്ചതാണ്. എന്താ അങ്കിൾ, നിങ്ങൾ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിൽ സ്നേഹത്തിൽ പോകുന്നതല്ല നല്ലത്? എനിക്ക് പ്രശ്നമില്ല. നിരന്തരമായി ഇയാൾ എന്നെ ദ്രോഹിക്കുന്നത് ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണം. മര്യാദ ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ട് കാണിക്കും. ഇതൊരു അവസാന സന്ദർഭമാണ്. കഴിഞ്ഞ എല്ലാം മറക്കണം. ഇരുവരും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. Come on. എണീക്കൂ. ഞങ്ങൾ ഒന്നാണ്. എന്താ വിശ്വാസമായില്ലേ? എന്നാ കേട്ടോ, ബഹുമാനപ്പെട്ട മെമ്പർമാരെ, എന്റെ മകളെ അമേരിക്കയിൽ നിന്നും വന്ന മിസ്റ്റർ ധവാൻ വിവാഹം കഴിക്കുന്നു. അതുപോലെ അഡ്വക്കേറ്റ് മിസ്റ്റർ ദാമോദരൻ കോമണ്ണന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നതായി അറിഞ്ഞു. നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ കുടുംബ വീട്ടിൽ, എന്റെ വീട്ടിൽ ഒരേ പന്തലിൽ വെച്ച് ഈ 2 വിവാഹങ്ങളും ഞങ്ങൾ നടത്തും. കോമണ്ണൻ കല്യാണം കഴിയുന്നവരെ എന്നോടത്ത് താമസിക്കണം. നമുക്ക് വീട്ടിൽ ചെന്ന് മോളെയും കൂട്ടിക്കൊണ്ട് പോവാം. പെൺകുട്ടികളുടെ ഇഷ്ടമില്ലാതെ കല്യാണം നടത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കും. എടാ പുല്ലേ, നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഈ നിൽക്കുന്ന കോമക്കുറുപ്പിന്റെ മകൾ അരുണെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. പിന്നെ കുറെ പുളിക്കും. അപ്പൊ തന്നെ ഓപ്പറേഷൻ ഓപ്പറേഷൻ സംസാരിക്കാൻ 7 കോപ്പിൽ അനിയൻ. അയ്യോ, സ്വന്തം ചേട്ടനാണ്. ഒരുത്തൻ കയറി വർത്താനം പറയുന്ന നിനക്ക് ഇവരുടെ ചേട്ടനുമല്ല ഞാനുമല്ല. ചേട്ടന്റെ പുറത്തേക്ക് അല്ലെന്ന് പറഞ്ഞു ഞാൻ അടിക്കണ്ടേ? ഇവരെ കണ്ട് വേണം കൂട്ടല്ലേ വല്ലതും പറയാനുള്ള വീട്ടിൽ ഞാൻ പറഞ്ഞു. ക്ലബിന് മുന്നിൽ ഇത്രയും വൃത്തിയാൻ അനുവദിക്കില്ല. ചെയ്യാനും പറയാനുള്ള വീട്ടിൽ അനിയന്റെ അയ്യോ അണ്ണാ, യവന്മാരെ എങ്ങനെ വിട്ടാ പറ്റൂല. അങ്ങനെ വിട്ടാ പറ്റൂല. ഹലോ. ഹലോ, ഹൗ ആർ യു? വാട്ട് യു വാണ്ട്? ഒറ്റയ്ക്കാണോ? അതെ. കല്യാണത്തിന് വരാനുള്ള മടി കൊണ്ടായിരിക്കും ഇന്ന് തന്നെ ഇവിടെ പുറപ്പെട്ടത് അല്ലേ? വെറും കൈയും വീശിയാണോ ഇങ്ങോട്ട് പോകുന്നത്? എനി പ്രസന്റേഷൻ? ഐ ആം സോറി. ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനും അന്തസ്സിനും. ഒന്ന് ചേട്ടാ, അന്തസ്സും പാരമ്പര്യവും ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം വന്ന് കാണാം. ഇപ്പൊ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. നമസ്കാരം. ഹലോ 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 ഹലോ. ഇവനെ ആളല്പം പക്ഷേ അതെനിക്ക് നേരത്തെ അറിയാവുന്ന. അല്ല ഇവനെ എന്ത് ആ ലക്ഷ്മി വന്നിരുന്നു. എപ്പോ? പറയാം, വരൂ. അകത്തൊരുപാട് ജോലിയുണ്ട്. ചായ. ചായ. കൃഷ്ണ, നീ കുടിച്ചോ? അണ്ണം കൂടി. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇങ്ങോട്ട് നോക്ക്, നീ എന്നെ അതിഥിയാക്കണം. കോമണ്ണൻ അങ്ങനെ വിചാരിക്കരുത്. എന്റെ കൈ കൊണ്ട് ഞാൻ എത്ര നാളായി കോമണ്ണൻ ഒരു ചായ ഇടണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. കുടിയണ്ണ, കുടി. കൃഷ്ണ, കൃഷ്ണ, ഓ മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ. എടാ, നിന്റെ പേരിൽ ഓരോരോ കേസ് കൊടുക്കുമ്പോഴും എന്റെ മനസ്സ് നീറുന്നുണ്ടായിരുന്നതാ. അണ്ണന്റെ നീറുമെന്ന് എനിക്കറിയാം. കലികാലമായതുകൊണ്ട് തോന്നിയതാണ് അണ്ണ. അണ്ണ,
എന്റെ കഷ്ടകാലം എല്ലാം മാറി. അല്ലെങ്കിൽ എന്റെ മോളെ ഇങ്ങനൊരു ചെറുക്കൻ കെട്ടുവോ? അല്ല കൃഷ്ണ, അവൻ ഈ അമേരിക്കയിൽ എന്താ ജോലി? അയ്യോ, അവിടത്തെ എല്ലാത്തരം ബിസിനസ്സുകളും അരച്ചിലക്ക് കുടിച്ചവനല്ലേ അവൻ. എന്ത് കലക്കി കുടിച്ചിട്ടുണ്ടാ? കണ്ടിട്ടൊരു മിടുക്കനാണെന്ന് തോന്നുന്നു. അത് അണ്ണൻ അമേരിക്കയെ പറ്റി അറിഞ്ഞിടാത്തോണ്ടാണ്. അവൻ നമ്മളെ പോലെ മിടുക്കനാണെന്ന് വീമ്പടിച്ചോണ്ട് നടക്കണവനല്ല. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അണ്ണന്റെ മോളെ കെട്ടാൻ പോണവൻ സത്യത്തിൽ വക്കീലല്ലേ? നിനക്കെന്താ ഡൗട്ട്? അവന്റെ ഒരു വകുപ്പും നിയമങ്ങളും കേൾക്കുമ്പോ ഞാൻ തന്നെ ധരിച്ചിരുന്നു പോവാ. അതുകൊണ്ടായിരിക്കും ഒരു കേസ് ഇതുവരെ ജയിക്കാത്ത. നിന്റെ ആ ചൊക്കില് അമേരിക്കക്കാരനെ പോലെയല്ല അവൻ. എടാ, അവനെ കണ്ട അവന്റെ മുഖം തന്നെ അവിടെ എന്തൊരു ഐശ്വര്യ. ഒരു കള്ള ലക്ഷണം. അവന് തന്തയും തള്ളേ ഒന്നുമില്ല. അവന് തന്തയും തള്ളയിലേക്ക് നിനക്കെന്താ നഷ്ടം? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. താനും തന്റെ കാര്യം നോക്കിയാൽ മതി. ആ, ഞാൻ എന്റെ കാര്യം തന്നെ നോക്കുന്നത്. നിന്റെ കാര്യം നോക്കാൻ വന്നത് പിന്നെ എന്റെ കാര്യം നോക്കണം. ഞാൻ എന്ത് ചെയ്തു? ഞാൻ കാര്യമല്ലേ നോക്കിയത്? അത് നിന്റെ കാര്യം നീ നോക്കിയാൽ മതി. പിന്നെന്താ? ഓടെ നക്കി, ഓടെ നാറി, എന്റെ കപ്പ് നിന്റെ കപ്പ് നിന്നെ കൊല്ലും. മൂഷിയ സ്ത്രീ വീണ്ടും മൂഷിയ സ്ത്രീ തന്നെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും മിസ്റ്റർ കുറപ്പ് വല്ല വിവരമുണ്ടോ? ആവശ്യമില്ല, രണ്ടുപേരും സംസാരിക്കരുത്. ഒന്ന് അടങ്ങിയതാ, പിന്നെയും തുടങ്ങിയ ആ പഴയ തറ സ്വഭാവം.